ഇന്ത്യയിലെ നമ്പർ 1 EV കാർ നിർമ്മാതാക്കളാണ് ഇന്ന് ടാറ്റ മോട്ടോഴ്സ്. മറ്റ് EV കാർ മാനുഫാക്ചേഴ്സ് ഉറ്റുനോക്കുന്ന ഒരു ബ്രാൻഡ്. കുറച്ചധികം സർവീസ് ഇഷ്യൂസ് ഇന്നും ടാറ്റ മോട്ടോഴ്സിനുണ്ടെങ്കിലും അവയെ ഒന്നും വകവയ്ക്കാതെ ടാറ്റ എന്ന ബ്രാൻഡിനോട് ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്. ലക്ഷറീസിന്റെ പര്യായമായ ജാഗ്വറും റേഞ്ച് റോവർ, ലാൻഡ് റോവറും ഇന്ന് ടാറ്റ മോട്ടോഴ്സിന്റെയാണ്. മറ്റു ബ്രാൻഡുകൾക്കെല്ലാം ഭയം ജനിപ്പിക്കുന്ന വിധത്തിൽ ടാറ്റ മോട്ടോഴ്സ് EV സെഗ്മെന്റിൽ പുതിയൊരു ലോഞ്ച് നടത്തിയിട്ടുണ്ട്. അതാണ് അവർ ലോഞ്ച് ചെയ്ത ടാറ്റ ഹാരിയർ EV. എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ മുഖ്യമായ ലോഞ്ച് എന്ന് പറയാൻ കാരണം? എന്തൊക്കെയാണ് ഈ വാഹനത്തിന്റെ പ്രത്യേകതകൾ? അങ്ങനെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം. ടാറ്റ എന്നത് ഇന്ത്യയിലെ നമ്പർ 1 ഇലക്ട്രിക് കാർ നിർമ്മാതാക്കളാണ്. ഇന്ത്യയിലെ കാർ നിർമ്മാതാക്കളോട് മാത്രമല്ലാതെ ഗ്ലോബൽ ലെവലിലുള്ള മറ്റു ബ്രാൻഡുകളോടുകൂടി മത്സരിക്കുന്ന ഒരു കാർ നിർമ്മാണ കമ്പനി. അതാണിന്ന് ടാറ്റ മോട്ടോഴ്സ്. 2017-2019 സമയത്ത് ടാറ്റ ടിഗോർ EVയെ ലോഞ്ച് ചെയ്തു. ഗവൺമെന്റ് ഫ്ലീറ്റ് ഓർഡേഴ്സിനു വേണ്ടി ഇന്റേണൽ കമ്പഷൻ എഞ്ചിനു വേണ്ടി മോഡിഫിക്കേഷൻ മാത്രം ചെയ്തുകൊണ്ടാണ് ഈ EV വാഹനത്തെ പുറത്തെത്തിച്ചത്. ശേഷം 2020 നെക്സോൺ EVയെ ലോഞ്ച് ചെയ്തു. ഇന്ത്യയിലെ ഫസ്റ്റ് അഫോർഡബിൾ ലോങ് റേഞ്ച് EV ആയിട്ട് ഇത് മാറി. 312 കിലോമീറ്റർ ആയിരുന്നു ഈ വാഹനത്തിന്റെ റേഞ്ച്. ഇത് മാസ് മാർക്കറ്റിലെ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള കടന്നുവരവിനു വേണ്ടിയുള്ള മുഖ്യമായ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നതിനു വേണ്ടി ടാറ്റ നെക്സോൺ എന്ന പ്രോഡക്റ്റിന് സാധിച്ചു. അതിനുശേഷം ടിഗോർ EVയും സിപ്ട്രോൺ ടെക്നോളജിയോടെ കടന്നുവന്നു. നെക്സോൺ EV മാക്സും അതിനുശേഷം വന്നു. 2022 ശേഷം ടാറ്റ മോട്ടോഴ്സ് ഇലക്ട്രിക് മൊബിലിറ്റിയെ വളരെ ഗൌരവത്തോടെ കാണാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ട് EV ഡിവിഷൻ തുടങ്ങി. ഡെഡിക്കേറ്റഡ് ആൻഡ് EV പ്ലാറ്റ്ഫോം, Gen 2 സിഗ്മ, Gen 3 സ്കാറ്റ്ബോർഡ് ഇങ്ങനെയുള്ള ഡിഫറന്റ് ആയിട്ടുള്ള വെർഷൻസിലും ലോഞ്ച് ചെയ്യാനായിട്ട് ആരംഭിച്ചു. 2022 അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ടിയാഗോ EVയും ലോഞ്ച് ചെയ്തു. അതിനുശേഷം 24-25 പഞ്ച് EVയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടാറ്റ കർവ് EVയും ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ തന്നെ ലോഞ്ച് ചെയ്തു. ആ കാരണം കൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ 2,50,000 മുകളിൽ ടാറ്റയുടെ ഇലക്ട്രിക് കാറുകൾ ഓൺ റോഡിലുണ്ട്. എന്നാൽ കഴിഞ്ഞ 6 മാസങ്ങളായി ടാറ്റ മോട്ടോഴ്സിന്റെ ഡീലർഷിപ്പിന് വളരെയധികം പ്രശ്നമായത് MG മോട്ടോഴ്സും മഹീന്ദ്ര എന്ന ബ്രാൻഡുമാണ്. MG മോട്ടോഴ്സ് ഏകദേശം 15 ലക്ഷം രൂപയ്ക്കുള്ളിൽ അവരുടെ വിൻസർ EVയെ ലോഞ്ച് ചെയ്തു. വളരെയധികം ഫീച്ചേഴ്സോടെയും വളരെ വലിയ സൈസിലും ആ കാർ ഉള്ളതുകൊണ്ട് തന്നെ ആ വാഹനം ഒരു ഇൻസ്റ്റന്റ് ഹിറ്റായി. നെക്സോൺ EVക്ക് ഡയറക്ട് കോമ്പറ്റീറ്ററായി വിൻസർ EV മാറുകയും ചെയ്തു. ആ കാരണം കൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിന്റെ സെയിൽസ് വോളിയത്തിൽ വളരെ വലിയ ഡൌണും ഉണ്ടായി. മറുവശത്ത് പ്രീമിയം ഓഫറിംഗ് ആയിട്ടുള്ള ടാറ്റ കർവിനും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അതിന്റെ മുഖ്യമായ കാരണം മഹീന്ദ്രയുടെ BE6ഉം XEV9Eയുമാണ്. മഹീന്ദ്രയുടെ ആ 2 വാഹനങ്ങളും ഇന്ത്യൻ മാർക്കറ്റിൽ അതുവരെ കാണാത്ത വിധത്തിൽ പ്രപ്പോർഷനിലും സ്റ്റൈലിംഗിലും വളരെ കൂടുതൽ റേഞ്ചോടെയും ലോഞ്ച് ചെയ്യപ്പെട്ടു. ഒരൊറ്റ ആഴ്ചയിൽ തന്നെ 10,000 കാറുകൾ വിറ്റഴിക്കുകയും ചെയ്തു മഹീന്ദ്ര. അത് മഹീന്ദ്രയുടെ EV ഡിവിഷന് വളരെ വലിയ സക്സസ് തന്നെയാണ്. സോ ടാറ്റ മോട്ടോഴ്സ് അവരുടെ കിരീടം തിരിച്ചു പിടിക്കുന്നതിനു വേണ്ടി ഒരു പ്രീമിയം EV കാറിനെ ലോഞ്ച് ചെയ്യേണ്ട അവസ്ഥയിലേക്കും എത്തി. ഈ കാരണം കൊണ്ട് തന്നെയാണ് ടാറ്റ ഹാരിയർ EVയെ ലോഞ്ച് ചെയ്തത്. ഈ പുതിയ ടാറ്റ ഹാരിയർ EVയെ 2023 ഓട്ടോ എക്സ്പോയിൽ ഷോക്കേസ് ചെയ്തിരുന്നു. മുന്നേ ഉപയോഗിച്ചിരുന്ന സെയിം പ്ലാറ്റ്ഫോമോടുകൂടി തന്നെയാണ് ഈ EV പ്ലാറ്റ്ഫോമും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ടാറ്റ ഹാരിയറിന്റെ പ്ലാറ്റ്ഫോം എന്നത് ലാൻഡ് റോവറിന്റെ ഒമേഗ പ്ലാറ്റ്ഫോമാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. Gen 2 EV ആർക്കിടെക്ചറിലാണ് ഈ വാഹനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൽ ഡ്യുവൽ മോട്ടോർ സെറ്റപ്പാണ് നൽകിയിരിക്കുന്നത്. ഡയമെൻഷനെ കുറിച്ച് നോക്കുമ്പോൾ മുന്നേയുള്ള ഹാരിയർ പോലെ തന്നെ 4.6 മീറ്റർ ലെങ്തില് മാസീവായ റോഡ് പ്രസൻസോടെ ഈ വാഹനത്തെ നിർമ്മിച്ചിരിക്കുന്നു. വീൽ ബേസ് 2741 mm ആണ്. ഹൈറ്റ് 1740 mm, വിഡ്ത്ത് 2132 mm ആണ്. ഏകദേശം ഡീസൽ ഹാരിയർ പോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് ഈ EV ഹാരിയറിനും. EV വാഹനമായതുകൊണ്ട് തന്നെ വളരെയധികം മോഡിഫിക്കേഷൻസും ഡീസൽ ഹാരിയറിൽ നിന്നും ഇതിന് നൽകിയിരിക്കുന്നു. ഡിസൈനിലും ചെറിയ ചെറിയ ചേഞ്ചസ് ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നു. ഉദാഹരണമായി ക്ലോസ് ചെയ്തിട്ടുള്ള ഫ്രണ്ട് ഗ്രിൽ, ഡ്യുവൽ ടോൺ എയറോ ഒപ്റ്റിമൈസ് അലോയ് വീൽസ്, മാത്രമല്ല ഇലക്ട്രിക് വെർഷൻ ആണെന്ന് കാണിക്കുന്നതിന് വേണ്ടി 4 പുതിയ കളർ ഓപ്ഷൻസും നൽകിയിരിക്കുന്നു. ഇന്റീരിയറിലും വളരെയധികം മാറ്റങ്ങൾ ഈ EV ഹാരിയറിൽ നൽകിയിരിക്കുന്നു. ഉദാഹരണത്തിന് 14.5 ഇഞ്ച് ടച്ച് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം, ഡ്യുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ, 360° ക്യാമറ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, ഇലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീൽ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലും മാറ്റം വരുത്തിയിരിക്കുന്നു. ഇതൊരു ഇലക്ട്രിക് SUV ആയതുകൊണ്ട് തന്നെ മൾട്ടി ടെറൈൻ മോഡ്സ് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ലെവൽ 2 ADAS, ടെക്നിക്കൽ ആയിട്ടുള്ള പല സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നു. ഇന്ത്യയിൽ സേഫ്റ്റിക്ക് ഇത്രയധികം പ്രാതിനിധ്യം നൽകുന്ന മറ്റൊരു ഇന്ത്യൻ ബ്രാൻഡില്ല എന്നു തന്നെ പറയാം. സേഫ്റ്റിയെ കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ല. ടാറ്റ എന്ന ഒറ്റ പേര് മാത്രം മതി. ഈ പുതിയ ഹാരിയർ EVയെ പവർ ചെയ്യുന്നത് 75 kWh 65 kWh ബാറ്ററിയുമാണ്.
ഡ്യുവലും സിംഗിൾ ഇലക്ട്രിക് മോട്ടോർ സെറ്റപ്പോട് കൂടിയും ടോപ്പ് എൻഡില് 390 HP വരെയും പവർ പ്രൊഡ്യൂസ് ചെയ്യും. ഇൻഫാക്ട് മഹീന്ദ്ര റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള BE6ഉം XEV9യും ഈ വാഹനങ്ങളെക്കാൾ ഏകദേശം 100 HP അധികമായ പവർ ടാറ്റ ഹാരിയറിനുണ്ട്. 0 to 100 കിലോമീറ്റേഴ്സിന് വെറും 6.3 സെക്കൻഡ്സിൽ അച്ചീവ് ചെയ്യും. റീസെന്റ് ആയിട്ട് നമ്മുടെ എലിഫന്റ് ഹിൽസിനെ ക്ലൈം ചെയ്യുന്ന വീഡിയോ ഇതിനോടകം തന്നെ വൈറലായി കഴിഞ്ഞു. ഇത് ഓർമ്മപ്പെടുത്തുന്നത് 999 സ്റ്റെപ്സ് എന്ന ലാൻഡ് റോവറിന്റെ വീഡിയോയാണ്. അത് പലരും കണ്ടിരിക്കും. ചൈനയിലെ 999 സ്റ്റെപ്സിനെ കീഴടക്കിയ റേഞ്ച് റോവറിന്റെ കുഞ്ഞനുജൻ ഇന്ന് എലിഫന്റ് ഹിൽസ് കീഴടക്കിയിരിക്കുന്നു. എലിഫന്റ് ഹിൽസ് ഹാരിയർ EVയുമായി കീഴടക്കിയ ഡ്രൈവർ മലയാളി കൂടിയായ ഡോക്ടർ ഫഹദ് ആണ്. സ്വന്തം ജീവന് തന്നെ അപകടകരമാം വിധം ആ കൃത്യം നടത്തിയ ഡോക്ടർ ഫഹദിനെയും ടീമിനെയും എത്ര പ്രശംസിച്ചാലും മതിയാകില്ല. നമ്മൾ ഓരോ മലയാളികൾക്കും അതിനെക്കുറിച്ചോർത്ത് അഭിമാനിക്കാം. ഓൾ വീൽ ഡ്രൈവ് EV വാഹനങ്ങളിൽ ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമായി കൊണ്ടുവരുന്നത് ടാറ്റ മോട്ടോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രോപ്പറായ SUV ആയി കാണാൻ സാധിക്കും. റെഗുലറായ ഹാരിയർ പ്രോപ്പറായ SUV ആണെങ്കിലും ഓൾ വീൽ ഡ്രൈവ് ഇല്ലാത്തത് വളരെ വലിയൊരു കുറവായി തോന്നിയിരുന്നു. ഈ പുതിയ ഹാരിയർ EVയിൽ ഓൾ വീൽ ഡ്രൈവ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ സോളിഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ പ്രോപ്പറായ SUV ഫീൽ നൽകും. ഇത്രയധികം ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസും അപ്ഡേറ്റും നൽകിയിട്ടും ടാറ്റ മോട്ടോഴ്സ് ഈ വാഹനത്തെ ബ്രില്യന്റ് ആയിട്ട് പ്രൈസ് ചെയ്തിട്ടുണ്ട്. ഹാരിയർ EVയുടെ പ്രൈസ് 65 kWh ബാറ്ററിയോടെ 21.49 ലാക്സിൽ തന്നെ നൽകുമെന്ന് ടാറ്റ മോട്ടോഴ്സ് അറിയിച്ചിരുന്നു. മാത്രമല്ല ഇതൊരു ബേസ് വേരിയന്റ് അല്ല, അഡ്വഞ്ചർ എന്ന ഫുള്ളി ലോഡഡ് വേരിയന്റ് ആണ്. ഈ കാരണം കൊണ്ട് തന്നെ ഇന്ത്യയിൽ വിൽപ്പന നടത്തുന്ന ഇലക്ട്രിക് വെഹിക്കിൾസിൽ പെർഫെക്റ്റ് ആയിട്ട് ബാലൻസ് ചെയ്യുന്നുണ്ട് ഈ ടാറ്റ ഹാരിയർ EV. BE6മായി നോക്കുമ്പോൾ 18.9ൽ തുടങ്ങി 26.9 ലാക്സ് വരെയുമാണ് വിൽപ്പന നടക്കുന്നത്. XEV9 21.9 ലാക്സിൽ തുടങ്ങി 30.5 ലാക്സ് വരെയുമാണ്. ക്രെറ്റ ഇലക്ട്രിക് 17.99ൽ തുടങ്ങി 23.5 ലാക്സ് വരെയുമാണ്. ഈ എല്ലാ കാറുകൾക്കും പെർഫെക്റ്റ് ബാലൻസ് ആയിട്ട് ടാറ്റ ഹാരിയർ EVയെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ക്രെറ്റ ഇലക്ട്രിക് EVയെ ഹാരിയർ EVയുമായി കമ്പയർ ചെയ്യാനേ സാധിക്കില്ല. കാരണം ടാറ്റ ഹാരിയർ EV ഒരു മാസീവ് സൈസ് SUV ആണ്. BE6 ആയിക്കൊള്ളട്ടെ XEV9 ആയിക്കൊള്ളട്ടെ, ഈ രണ്ടു കാറുകളും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനിലുള്ളത് കൊണ്ട് തന്നെ വളരെ നല്ല അഭിപ്രായവും ജനശ്രദ്ധയും ഈ രണ്ട് വാഹനങ്ങളും നേടിയെടുത്തു. ബട്ട് ഹാരിയർ EV മോഡേൺ ഡിസൈനിലാണെങ്കിലും പ്രോപ്പറായ SUV ലുക്കില് പ്രൂവൺ ആയിട്ടുള്ള ഒമേഗ പ്ലാറ്റ്ഫോമാണ് ഈ വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായ SUV തന്നെയാണ് ടാറ്റ ഹാരിയർ EV. വളരെ കൂടുതൽ റേഞ്ചും വളരെ നല്ല പെർഫോമൻസുമുള്ള ടാറ്റ ഹാരിയർ EV പ്രീമിയം ആയിട്ടുള്ള ഇലക്ട്രിക് കാർ ബയേഴ്സിന് വളരെയധികം പെർഫെക്റ്റ് ചോയ്സ് ആയിട്ട് ടാറ്റ ഹാരിയർ മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. സർവീസിന്റെ ഇഷ്യൂസ് കൂടി ടാറ്റ മോട്ടോഴ്സ് പരിഗണിക്കേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ടാറ്റ മോട്ടോഴ്സിന്റെ ഷോറൂംകാർക്ക് കസ്റ്റമറിനോടുള്ള പെരുമാറ്റ രീതി കൂടി മാറ്റണം. ടാറ്റയുടെ വാഹനങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്നും അകന്നു നിൽക്കുന്നതിന്റെ മുഖ്യമായ കാരണം തന്നെ ടാറ്റയുടെ ഡീലർഷിപ്പിന്റെയും സർവീസിന്റെ പിഴവുകൾ കൊണ്ടും പല ഷോറൂമുകളുടെ അവസ്ഥ കൊണ്ടും കൂടിയാണ്. പല ഷോറൂമുകാരും ടാറ്റയുടെ കസ്റ്റമറിനെ എന്തിനാണ് ഈ വണ്ടി വാങ്ങാൻ നിൽക്കുന്നത് എന്ന രീതിയിലാണ് കാണുന്നത്. അത് മാറണം. പിന്നെ സർവീസിന്റെ ഇഷ്യൂസും. കസ്റ്റമറിനെ ദൈവമായി കാണണം എന്നൊന്നും പറയുന്നില്ല. മറ്റു ബ്രാൻഡുകളുടെ ഷോറൂമുകാർ നൽകുന്ന ഒരു പരിഗണന കാണിക്കുക. ടാറ്റ ഹാരിയറിന്റെ ബുക്കിംഗ്സ് ജൂലൈയിൽ തന്നെ ഉണ്ടാകും. സോ ഇന്ത്യൻ ഇലക്ട്രിക് കാർ മാർക്കറ്റിൽ XEV9യും BE6ഉം വളരെ ആഴത്തിൽ പതിഞ്ഞിരിക്കുന്ന രണ്ട് കാറുകളാണ്. ഇപ്പോ ടാറ്റ മോട്ടോഴ്സും അവരുടെ പ്രീമിയം EV SUVയെ ലോഞ്ച് ചെയ്തിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ ഇനിയും വളരെ വലുതാകും. ഈ പുതിയ ടാറ്റ ഹാരിയർ EVയെ പറ്റി നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം ഉറപ്പായിട്ടും കമന്റ് സെക്ഷനിൽ പറയുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വണക്കം.